ഹലോ, നിങ്ങൾ ഇതുപോലത്തെ യെല്ലോ സ്റ്റിക്കി ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തെ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ടോ? അതുമാത്രമല്ല, ഇത് ഹാങ് ചെയ്താലേ അതിൻ്റെ അകത്ത് ഇൻസെക്ട്സ് ഉണ്ടാവാറുണ്ടോ? നമുക്കിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ? അല്ല, എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റി. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതെങ്കിലേ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാതെ നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ. ഞാൻ നോർമലി ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ട്രാപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയതല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇതങ്ങ് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ഈ സാധനം എടുത്തു, എന്നിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ പറ്റുന്നുണ്ട്. കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു കേട്ടോ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ തന്നെ 2 ഹോളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കയറൊക്കെ വെച്ചിട്ട് കെട്ടി വെച്ചു കേട്ടോ. അപ്പോഴേ നിങ്ങളിതുപോലെ ഡയറക്റ്റ് കയ്യിലെടുക്കാതെ ഗ്ലൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഡയറക്റ്റ് കൈ ഉപയോഗിക്കുന്നതും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വാസ്ലിൻ അതുപോലത്തെ എന്തെങ്കിലും ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ ബ്രൈറ്റായിട്ടുള്ള ഈ യെല്ലോ കളർ ഉണ്ടല്ലോ, അത് ഇൻസെക്ട്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ഫ്ലൈസ്, അഫിഡ്സ് അങ്ങനെ തുടങ്ങിയ ഇൻസെക്ട്സിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേങ്കിലേ ഇതിൽ ഈ ബ്ലൂ കളർ ഉണ്ട്, ഇതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ മഴക്കാലത്ത് ഇത് ഷെൽട്ടറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഹാങ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ്. കൂടുതലൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഇൻസെക്ട്സ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ മറക്കണ്ട, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കുക. അതുമാത്രമല്ല, ഒരു സൈഡിൽ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് എളുപ്പത്തിൽ. വെറുതെ കയ്യിലിങ്ങനെ പശയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓയിലാക്കിയിട്ടത് സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ റിസ്ക് എടുക്കണ്ട. ഇതുപോലത്തെ അബദ്ധങ്ങളെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്